ഹായ്, ഞാൻ ജസീറ. ഞാൻ അഭിജിത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ മുതൽ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതെൻ്റെ ആദ്യത്തെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ കഞ്ഞി റിയാക്ഷൻ വീഡിയോ താങ്കളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ താങ്കളുടെ വീഡിയോസൊക്കെ സ്കാമുകളെ കുറിച്ചിട്ടുള്ള വീഡിയോസാണ് കൂടുതലും ചെയ്യാറുള്ളത്. ഞാൻ ഇതൊക്കെ പരിശോധിച്ചപ്പോൾ കണ്ടിരുന്നു. നല്ലൊരു എഫേർട്ടാണ്. ഫിജി കാർഡിനെ കുറിച്ച് ചെയ്യാൻ കാണിച്ച ഒരു എഫേർട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഇവിടെ ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ തുടങ്ങുന്ന എല്ലാ കമ്പനികളും അല്ലെങ്കിൽ കാണുന്നതെല്ലാം മില്ലുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ എല്ലാ കമ്പനികളും ഉടായ്പല്ല, എല്ലാ കമ്പനികളും സ്കാമല്ല. ഒരുപാട് നല്ല വരുമാനങ്ങൾ വാങ്ങിക്കുന്ന, പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി കൊടുക്കുന്ന കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനെക്കുറിച്ചിട്ട് അറിവില്ലായ്മയാണ് പല ആളുകൾക്കും പല ആളുകളുടെയും ഒരു തെറ്റിദ്ധാരണകളാണ് പല ആളുകൾക്കും അവരുടെ സൗഭാഗ്യങ്ങൾ തട്ടിപ്പോകുന്നത്. അപ്പോൾ എനിക്ക് അഭിജിത്തിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ അത് റിയാക്ട് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആ വീഡിയോൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫ്ലിപ്കാർട്ടിന്റെ വെബ്സൈറ്റ് ഒറ്റ നോട്ടത്തിൽ ഫ്ലിപ്കാർട്ടോ ആമസോണോ പോലത്തെ ഒരു കൊമേഴ്സ് വെബ്സൈറ്റ് ആണ് തോന്നിയേക്കാം. കാരണം ഇതിൽ ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ബ്യൂട്ടി, ഫാഷൻ തുടങ്ങി പല കാറ്റഗറീസിലുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. പക്ഷേ ഇതൊക്കെ വെറും ഒരു പുകമറ മാത്രമാണ്. ഇതൊരു എംബലം സ്കീമാണ്. ഫ്ലിപ്കാർട്ടിൽ എല്ലാ പ്രൊഡക്ട്സിന്റെയും താഴെ SV എന്ന് കൊടുത്തിട്ടുണ്ട്. SV എന്നത് സെയിൽസ് വോളിയമാണ്. അത് ഓരോ പ്രൊഡക്ട്സിനും ഓരോ പോലെയാണ്. അപ്പോൾ സാർ ആദ്യം പറഞ്ഞത് ഈ പറയുന്ന കൊമേഴ്സ് സൈറ്റാണെന്ന് തോന്നിപ്പോകുന്നല്ല. ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ളൊരു പക്ക കൊമേഴ്സ് വെബ്സൈറ്റാണ് ഫിജിക്കാർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ പേരെന്നെടുത്ത് നോക്കിയാൽ മതി. ഫിജിക്കാർട്ട് കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു 2018 കമ്പനീസ് ആക്ട് പ്രകാരം 2013 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഫിജിക്കാർട്ട്. അതിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യാമെന്നും ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ നിയമവശങ്ങളും പാലിച്ചുകൊണ്ട് ലീഗാലിറ്റിയോടുകൂടി എക്സ്പോർട്ട് ഇമ്പോർട്ട് ലൈസൻസും എല്ലാ കാര്യങ്ങളും എടുത്തുകിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ പറയുന്ന ഫിജിക്കാർട്ട്. അപ്പോൾ അതൊരു തോന്നലല്ല, അത് ഉള്ളതാണ്, ഒരു കൊമേഴ്സ് കമ്പനിയാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് പ്രൊഡക്റ്റുകൾ. ഇതിൽ പല കാറ്റഗറി പ്രൊഡക്ട്സുകളുണ്ട്. അതൊരു പുകമറയാണ്. അങ്ങനെ പുകമറ സൃഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പറയുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്. കോസ്മെറ്റിക് ആണോ വേണ്ടത്? കോസ്മെറ്റിക്സ് ഉണ്ട്. ഗ്രോസറി വേണോ? ഗ്രോസറി ഉണ്ട്. ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ട്. അതുപോലെ തന്നെ ക്ലീനിങ് ഐറ്റംസിൻ്റെ പ്രൊഡക്ട്സ് ഉണ്ട്. സ്റ്റേഷനറി ഐറ്റംസ് ആണോ? അതുണ്ട്. കുട്ടികളുടെ പ്രൊഡക്ട്സ് ആണോ? അതുണ്ട്. അതായത് പല കാറ്റഗറി പ്രൊഡക്ട്സ് ഫ്ലിപ്കാർട്ട്, ആമസോണിൽ എങ്ങനെയാണോ അതുപോലെ. ഒറ്റ വ്യത്യാസമുള്ളൂ. അവിടെ മറ്റ് കമ്പനിയുടെ പ്രൊഡക്ട്സ് ആണെങ്കിൽ ഇവിടെ നമ്മുടെ സ്വന്തം പ്രൊഡക്ഷനിലായിട്ടുള്ള പ്രൊഡക്ട്സ്. SV കുറിച്ച് എന്തോ പറയുന്നത് കേട്ടല്ലോ, സെയിൽസ് വോളിയം. അത് ഞാൻ മറന്ന്. ഈ സെയിൽസ് വോളിയം എന്ന് പറയുന്നതേ ഫിജിക്കാർട്ട് ആദ്യമായിട്ട് കണ്ടുപിടിച്ചൊരു പോയിന്റ് ഒന്നല്ല. ഒരു ഹൈപ്പർ മാർക്കറ്റിൽ, ഏതൊരു ഹൈപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാലും അവിടെ നമ്മുടെ നമ്പർ ചോദിക്കുന്നില്ലേ, നമ്പർ കൊടുക്കുന്നില്ലേ, പോയിന്റ്സ് കൊടുക്കുന്നില്ലേ, മാഡത്തിന് ഇത്ര പോയിന്റ് ആയിട്ടുണ്ട്, ഇത്ര പോയിന്റ് കയറി കഴിഞ്ഞാൽ ഇത്ര റിഡക്ഷൻ എന്നൊക്കെ പറയുന്നില്ലേ. സെയിം സാധനം തന്നെയാണ് ഇവിടെ. അതേ പോയിന്റ് ഇൻ ഡിഫറെൻറ്റ് നെയിം. അവിടെ പോയിന്റ്സ് എന്ന് പറയുന്നു, ഇവിടെ നമ്മുടെ കമ്പനിയുടെ സെയിൽസ് വോളിയം. ഇത് എന്തിനാണെന്നറിയോ? ഈ സെയിൽസ് വോളിയം അറിവില്ലായ്മ കൊണ്ടാണ് പറയുന്നത്. ഈ സെയിൽസ് വോളിയം എന്ന് പറയുന്നത് നമുക്ക് ലാഭം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ സെയിൽസ് വോളിയം കമ്മീഷനോ ലാഭവിഹിതമോ സെയിൽസ് മാർജിനോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ്, അതിനെയാണ് നമ്മൾ ഈ സെയിൽസ് വോളിയം എന്ന് പറയുന്നത്. പിന്നെ വില, ഭയങ്കരമായിട്ടുള്ള വില കൂടിയ പ്രൊഡക്ട്സ് അങ്ങനെയൊന്നല്ല. 47 രൂപയാണ് പഞ്ചസാര ഇന്ന്. അതേ 47 രൂപ തന്നെയാണ് ഫിജിക്കാർട്ടിൻ്റെ അകത്തും. ഞാൻ ഇന്ന് വാങ്ങിച്ചത് 47-നാണ് കേട്ടോ. സെയിം അത് തന്നെയാണ്, 47 രൂപ തന്നെയാണ് ഫിജിക്കാർട്ടിൻ്റെ അകത്തും. ഒരു ഡിഷ് വാഷ് 200 രൂപയാണ് 750 ലിറ്ററിൻ്റെ ഒരു കമ്പനിയുടെ. നോക്കിയാൽ മതി. അതേ സാധനം 1 ലിറ്ററിന് 200 രൂപ തന്നെയാണ് ഫിജിക്കാർട്ടിൻ്റെ അകത്തും. അപ്പോൾ വലിയ വില വ്യത്യാസങ്ങളൊന്നുമില്ല. അവിടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ കസ്റ്റമർ, ഇവിടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു റെഫറൽ ഇൻകം ഏൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. ഈ ഒരു വ്യത്യാസമാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ പറഞ്ഞു തട്ടിപ്പ്, ഉഡായിപ്പ്, പറ്റിപ്പ് നിന്നുപോകും. ആരെയൊക്കെ കൺവിൻസ് ചെയ്യും, എന്തിന് നാട്ടുകാരെ പറ്റിക്കുന്നു എന്നൊക്കെ. നമുക്കിഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ ഒറ്റത്തവണ ബ്രാൻഡ് മാറ്റി പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിൽ എവിടെയാണ് തട്ടിപ്പ്? ഒരു പൈസ വാങ്ങി പ്രൊഡക്റ്റ് കൊടുക്കാതിരുന്നാൽ തട്ടിപ്പാ. പൈസ വാങ്ങി പ്രൊഡക്റ്റ് കൊടുക്കുന്നത് എവിടെയാണ് തട്ടിപ്പ്? ഒരു പൈസ പോലും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഒരു പ്രൊഡക്റ്റ് പോലും അവിടെ വേണ്ടാന്ന് വെക്കുന്നത്. ഇനി പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? 100% നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. ഫ്ലിപ്കാർട്ട്, ആമസോണിൽ റീഫണ്ട് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോണിൽ നമുക്ക് പ്രൊഡക്റ്റ് മാറ്റുന്നത് പോലെയോ ഒക്കെ ഇവിടെയും അതിനുള്ള മാറ്റാനുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു കമ്പനി എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ
വ്യക്തമായ ഡൂസ് ആൻഡ് ഡോൺസ് ഇവിടെയുണ്ട്. ഇതിന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിയമം മാത്രമേ ഉള്ളൂ, അത് പാലിക്കാനോ അത് നോക്കാനോ ആരും ഇല്ലാത്ത കാര്യമൊന്നുമില്ല. ഇവിടെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്താണ്, ഗിഫ്റ്റ് എന്നൊക്കെ പറയും നമ്മൾ. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന ഒരു ഓട്ടോണോമസ് ബോഡി ഉണ്ട്. ആ ബോഡിയാണ് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി, ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ എന്ത് ചെയ്യുന്നത് ഇവിടെ തീരുമാനിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇതിൻ്റെ അകത്തിരിക്കുന്ന ആളുകളൊക്കെ ചെറിയ പുള്ളികളൊന്നുമല്ല, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ പുള്ളികളാണ്. IAS ഉദ്യോഗസ്ഥന്മാരും സെയിൽസ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരും ഒക്കെയാണ് ഈ ഓട്ടോണോമസ് ബോഡിയുടെ ഈ പറയുന്ന നിയന്ത്രണങ്ങളൊക്കെ നടത്തുന്നത്. അതായത് ഇതൊക്കെ നോക്കി നടത്തുന്ന ആളുകളെ. അപ്പോൾ ചെറിയ കളികളൊന്നല്ല ഫിജിക്കാട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലൊക്കെ നടക്കുന്നത്, അതൊക്കെ വലിയ വലിയ കളികളാണ്. അപ്പോൾ നമുക്ക് ഇതിൽ പറയുന്ന ഫണ്ടുകളൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നി എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും സംശയം തോന്നണം, കാരണം നമ്മൾ സാധാരണപ്പെട്ട ആളുകളാണ്. അപ്പോൾ നമുക്ക് വലിയ വലിയ വരുമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മുന്നേ ഉള്ളൊരു അനുഭവം അല്ലേ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും എന്ത് ചെയ്യണം, പേടിക്കണം. അപ്പോൾ മുന്നേ ഇതുപോലെ വാഗ്ദാനം നൽകി പറ്റിക്കപ്പെട്ടതുകൊണ്ട് ഇതൊക്കെ കിട്ടുമെന്നുണ്ടാവില്ലേ. നിരത്തി ഞാൻ തെളിവുകൾ തരാം. ഇഷ്ടം പോലെ ആളുകൾക്ക് ഈ പറയുന്ന 50,000 കിട്ടിയിട്ടുണ്ട്. ഒരാളെ കാണണോ, നേരിട്ട് ഇങ്ങോട്ടേക്ക് നോക്കിക്കോളൂ. ഞാൻ വാങ്ങിയിട്ടുണ്ട് ഈ കമ്പനിയിൽ നിന്ന് 50,000 റൈഡർ ഫണ്ട്, ടാക്സ് കഴിഞ്ഞിട്ടുള്ളൊരു എമൗണ്ട്. എൻ്റെ കൂട്ടുകാരിൽ വാങ്ങിയിട്ടുണ്ട് 5 ലക്ഷത്തിൻ്റെ ഫണ്ട്. ഇതുപോലെ 50 ലക്ഷം 1 കോടിയും വാങ്ങിയ ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. 8 കൊല്ലമായി ഫിജിക്കാട്ട് എന്ന് പറയുന്ന ബിസിനസ്, ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി റഫറൽ മാർക്കറ്റിങ്ങിലൂടെ ഒരുപാട് ഫാമിലികൾക്ക് വരുമാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതൊന്നും തട്ടിച്ചോ പിടിച്ചു പറിച്ചിട്ടോ പറ്റിച്ചോ ഉണ്ടാക്കിയ വരുമാനങ്ങളല്ല, പക്ക കച്ചവടം നടത്തിയിട്ട് ചെയ്യുന്ന വരുമാനം. ആളെ ചേർത്തുന്ന പരിപാടിയല്ല. നിങ്ങൾ പല കമ്പനികളുടെ പല പ്രൊഡക്റ്റുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നത് ഞങ്ങളെല്ലാവരും കൂടി ഒറ്റ സ്ഥലത്തുനിന്ന് വാങ്ങിച്ചു, ഒറ്റ കമ്പനിയുടെ പ്രൊഡക്ഷൻ. അതിലൂടെ ഞങ്ങൾക്കൊരു ബിസിനസ്സും കിട്ടി, റെഫർ ചെയ്ത് ഇൻകം ചെയ്യുന്നു. ഇതിലെന്താണ് തെറ്റ്? പല യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും എൻ്റെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കൂ, ഈ ടാഗ് ലൈൻ യൂസ് ചെയ്യൂ, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊമോഷൻ കോഡ് ഉപയോഗിക്കൂ, അതിലൂടെ നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് കിട്ടൂ എന്ന് പറഞ്ഞ് നിങ്ങളാളെ പറ്റിക്കുന്നില്ലേ. ഡിസ്കൗണ്ട് ഇവിടെ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കൂടെ എന്തും കിട്ടുന്നുണ്ട്, അവിടെ നിങ്ങൾക്കൊരു വരുമാനം കിട്ടുന്നുണ്ടില്ലേ, റെഫറൽ ഇൻകം. ആ റെഫറൽ ഇൻകം എത്രയാണെന്ന് നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ഇവിടെ കമ്പനി കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നു. ഇത്ര സെയിൽസ് വോളിയത്തിൻ്റെ കച്ചവടം നടത്തുമ്പോൾ ഇത്ര സെയിൽസ് വോളിയത്തിൻ്റെ ബിസിനസ്, ഇത്ര സെയിൽസ് വോളിയത്തിൻ്റെ ബിസിനസ് നടത്തുമ്പോൾ ഇത്ര സെയിൽസ് വോളിയത്തിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞ് ഡിസ്ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് എന്ത് കൊടുക്കുന്നു, എന്ത് കൊടുക്കും, ഏത് കൊടുക്കില്ല എന്ന് പറയുന്നതാണോ തെറ്റ്? ഇനി താങ്കൾ പറഞ്ഞ പോലെ സെയിൽസ് മാനേജർ 300 വെച്ചാൽ സെയിൽസ് മാനേജർ ആകുന്നു, മറ്റത് വെച്ചാൽ 1200 വെക്കുമ്പോൾ ഡിവിഷണൽ സെയിൽസ് മാനേജർ ആകുന്നു എന്ന് പറഞ്ഞ് കിക്കേ മനസ്സിച്ചില്ലേ. അതങ്ങനെയല്ല. ഈ കമ്പനിയിൽ മാത്രമുള്ളൊരു പ്രത്യേകതയുണ്ട്, മാസം തോറുള്ളൊരു വരുമാനം. ഒരു മാസം ഒരു 10,000-16,000 രൂപയൊക്കെ ഒരു അഡീഷണൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു വരുമാനം നൽകുന്ന ഒരു ക്രൈറ്റീരിയയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഒന്നും കൂടി പഠനം നടത്തിയിട്ട് നമുക്കൊരു മത്സരം കൂടി നടത്തുന്നതായിരിക്കും നല്ലത്. കൃത്യമായി പഠനം നടത്തി കഴിഞ്ഞാൽ താങ്കൾ ഇതിൻ്റെ അകത്തായിരിക്കും ഇരിക്കുക. അതാണ് ഇതിൻ്റെ വേറൊരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇങ്ങനെ അരയും കുറയും മാത്രം മനസ്സിലാക്കിക്കൊണ്ട് കൃത്യതയില്ലാത്ത ആളുകളുടെ വീഡിയോസ് കണ്ടുകൊണ്ട് ഒരു തീരുമാനത്തിൽ എത്തരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ അവസരം, നിങ്ങൾക്ക് വരാൻ പോകുന്ന വലിയ സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ വലിയ മേഖലകളെക്കുറിച്ചിട്ടുള്ള അറിവുകൾ തെറ്റായി മനസ്സിലാക്കരുത് എന്നൊരു അഭ്യർത്ഥനയോടുകൂടി ദിസ് ഇസ് ജസീറ സൈനിങ് ഓഫ്. താങ്ക് യു.